അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ഇബാദത്തുകളിൽ ഒരു ശക്തി, ഒരു ഊർജം, ഒരു ചൈതന്യം വെച്ചിട്ടുണ്ട്. ആ ഊർജത്തെ, ആ ചൈതന്യത്തെ തകർക്കാൻ ശൈത്താനിന്റെ ചില ദുർബോധനങ്ങൾക്ക് സാധിക്കും. ഒരാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ടാകുന്നു, നമസ്കാരം മുറിഞ്ഞുപോയി എന്ന്, ഞാൻ അശുദ്ധിക്കാരനായി എന്ന്. ഇത്തരം തോന്നലുകൾ ശൈത്താനിന്റെ ഭാഗത്തു നിന്നുമുള്ള ദുർബോധന. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ നിസ്കാരം മുറിഞ്ഞുപോയി എന്ന് ഉറപ്പിക്കാത്തിടത്തോളം, കേവലം സംശയങ്ങൾ കൊണ്ട് നിങ്ങൾ നമസ്കാരം മുറിക്കരുതെന്നും, അത് ഉറപ്പിച്ചാൽ മാത്രമേ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞുപോയി വുളു എടുത്ത് തിരിച്ചു വന്ന് നമസ്കരിക്കേണ്ടതുള്ളൂ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം അന്ന് പലർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നിസ്കാരത്തിൽ എന്റെ നമസ്കാരം മുറിഞ്ഞു പോകുന്നു എന്ന ഒരു തോന്നൽ. ഇത് ശൈത്താനിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു വസ്വാസാണ്, ഒരു ദുർബോധനമാണ്. കാരണം നമ്മുടെ അമലുകളെ പൊളിക്കണം, നമ്മുടെ ഇബാദത്തുകളെ പൊളിക്കണം. നമസ്കാരത്തിൽ അള്ളാഹുവിനെ നാം ചിന്തിക്കേണ്ടതിന് പകരം നമ്മുടെ ഉള്ളില് ഈ പറയുന്ന നമ്മുടെ അശുദ്ധിയെ പറ്റിയൊക്കെ കൂടുതൽ ചിന്തിപ്പിച്ച് നമസ്കാരത്തെ മലീമസമാക്കുക. ഇത് നമ്മുടെ ഖൽബിൽ സംഭവിക്കുന്ന ഒരു രോഗമാണ്. ഇതിന്റെ ഒരു വളരെ ഗൗരവമായ ഒരു ഭാവം എന്ന് പറയുന്നത് അത് ഇബാദത്തുകളിൽ മാത്രമല്ല, ഈമാനിൽ പോലും സംഭവിക്കും. ഇബാദത്തുകൾ, നമസ്കാരം പോലെയുള്ള അനുഷ്ഠാനങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ പോലും ശൈത്താൻ കുഴപ്പമുണ്ടാക്കും. ഈ വിശ്വാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. കാരണം വിശ്വാസം യഥാർത്ഥത്തിൽ ഉള്ളത് കൊണ്ടാണ് അതിൽ എവിടെയെങ്കിലും ചെറിയ ഒരു സംശയം തട്ടുമ്പോൾ അവനത് അമിതമായി ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ചില സഹാബാക്കൾ വന്ന് പ്രവാചകനോട് പരാതി പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസത്തിൽ ചില സംശയം, പടച്ചവന്റെ കാര്യത്തിൽ സംശയം, പരലോകത്തിന്റെ കാര്യത്തിൽ ചെറിയ, വലിയ ഒരു ഗൗരവമായ ഒരു തലമല്ല, ചെറിയ ചെറിയ ചില സംശയങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിങ്ങളുടെ ഈമാനിന്റെ അടയാളാണെന്നാണ് പറഞ്ഞത്. വിശ്വാസമുണ്ട് എന്നതുകൊണ്ടാണല്ലോ വിശ്വാസത്തിൽ നമുക്ക് സംശയം ഉണ്ടായി തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സംശയം നല്ലതാണെന്നാണ്. പക്ഷെ ആ സംശയം നിങ്ങൾ നിഷേധത്തിന്റെ സ്വഭാവത്തിൽ നിങ്ങളുടെ പ്രവർത്തികളിലൂടെയോ വാക്കുകളിലൂടെയോ പ്രകടിപ്പിക്കരുത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നല്ലാഹ തജാവസ ലി ഉമ്മത്തി അമ്മാ വസ്വസത്, എന്റെ ഉമ്മത്തിന് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അമ്മാ വസ്വസത്, അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ദുർബോധനങ്ങൾ, അള്ളാഹുവിനെ പറ്റിയുള്ള സംശയങ്ങൾ, പരലോക ജീവിതത്തെ പറ്റിയുള്ള സംശയങ്ങൾ, സ്വർഗനരകങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾ, വിചാരണ ദിനത്തെ പറ്റിയുള്ള സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ സംഭവിച്ചേക്കാവുന്ന ദുർബോധനങ്ങൾ പടച്ചവൻ മാപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ്. മാലം തഅമൽ ബിഹി, അതവൻ പ്രാക്ടീസ് ചെയ്യാത്തിടത്തോളം കാലം, ഔ തകല്ലം ബിഹി, അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം. കാരണം നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയും അതെന്റെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്താലേ മുസ്ലിം ആവുള്ളൂ. എന്നതുപോലെ തന്നെ ഒരാൾ നാവ് കൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത്. സ്വാഭാവികമായി മനുഷ്യന് സഹജമായി ഉണ്ടാകുന്ന സംശയങ്ങൾ, ആ സംശയങ്ങളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ പ്രാർത്ഥനയിൽ റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ലാ തുആഖിദ്നാ, നീ ഞങ്ങളെ പിടികൂടരുത്, ഇൻ നസീനാ, ഞങ്ങൾ അറിയാതെ സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളുടെ പേരിൽ, ഔ അഖ്തഅനാ, ഞങ്ങൾക്ക് തെറ്റുപറ്റി സംഭവിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ നീ ഞങ്ങളെ പിടിക്കരുത് എന്ന ഒരു പ്രാർത്ഥന നിർവഹിക്കുവാൻ പടച്ചവൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് സംശയം ഉണ്ടായാൽ പിന്നെ അതെങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് വരും. പക്ഷെ എന്നാലും നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് ഇഖ്ലാസോടുകൂടി നമസ്കരിക്കുന്നു, ദീനിന്റെ അമലുകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്.
അതിലൊന്നും നമ്മൾ വീഴ്ച വന്നിട്ടില്ലെങ്കിൽ ഈ സംശയങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ അർത്ഥം. നമ്മൾ എന്നാണോ ഈ ദീനിന്റെ അമലുകളിൽ നിന്നും അകലുന്നത്, അപ്പോൾ നമ്മൾ ഈ സംശയങ്ങൾ നമ്മളെ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോ ഒരു പ്രത്യേകമായ സാഹചര്യം ഉണ്ടാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാഫിഖീങ്ങളെയും മുഅ്മിനിനെയും വേർതിരിക്കുന്ന ഒരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു, ലാ യസ്തഅദിനുക അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം. സ്വന്തം ശരീരങ്ങൾ കൊണ്ട്, സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു മുഅ്മിൻ അങ്ങയെടുത്ത് വന്ന് എക്സ്ക്യൂസ് പറയുകയില്ല. എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഇത് പറയുകയില്ല. അവർ എടുത്ത് ചാടും, ആ ധർമ്മസമരത്തിലേക്ക്, പോരാട്ടത്തിന്റെ ഭൂമികയിലേക്ക് ഇറങ്ങും. ഒരുപക്ഷെ അവരുടെ കൽബിലും സംശയങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ അവർ ആ സംശയങ്ങളെക്കാളും എത്രയോ ശക്തമാണ് അവരുടെ ഈമാൻ. അതുകൊണ്ട് അവരെ ദീനിന്റെ നന്മകളിൽ നിന്നും ആ സംശയങ്ങൾ പുറകിലേക്ക് വരികയും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യസ്തഅദിനുക അല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വർതാബത് ഖുലൂബുഹും. താങ്കളോട് അനുമതി ചോദിക്കുന്നത് ആരെന്നറിയോ? താങ്കളോട് ഒന്ന് എക്സ്ക്യൂസ് പറയുന്നത് ആരെന്നറിയോ? ലാ യുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ. വർതാബത് ഖുലൂബുഹും, അവരുടെ കൽബുകളിൽ സംശയമാണ്. സംശയം അതിന്റെ ഏറ്റവും രൂക്ഷമായ ഭാവത്തിലേക്ക് എത്തിയവർ. അവർ ജിഹാദിന്റെ സാഹചര്യം ഉണ്ടായാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സവിശേഷമായ ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ ഉൾവലിയും. എപ്പോഴാണ് നമ്മുടെ സംശയം അത് വളരെ മൃദുഭാവം പുലർത്തുന്നതെന്നും ഏറ്റവും ഗൗരവമായ ഭാവം പുലർത്തുന്നതെന്നും മനസ്സിലാകുന്നത് നാം നമ്മുടെ അമല്. അപ്പൊ ഈമാൻ, അമൽ, ഇത് രണ്ടും ക്ലിയർ ആവുക എന്ന് പറയുന്നത്. നമ്മുടെ അമലുകളിൽ എന്ന് ബലഹീനത സംഭവിച്ചോ അതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ഈമാനിൽ ബലഹീനത സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നലിശ്ശൈത്വാനി ലലമ്മത്തുൻ ബിഇബ്നി ആദം വലിൽ മലക്കി ലമ്മത്തുൻ. മനുഷ്യന് രണ്ടു തരം കുത്തുകൾ ഉണ്ടെന്നാണ്. ഒന്ന് മലക്കിന്റെ കുത്താണ്, ഒന്ന് ശൈത്താനിന്റെ കുത്താണ്. ഫഅമ്മാ ലമ്മത്തു ശൈത്താൻ, ശൈത്താനിന്റെ കുത്ത് ഫഇആദുൻ ബിശ്ശർരി വതക്ദീബുൻ ബിൽഹഖ്. ഫഇആദുൻ ബിശ്ശർ, അത് തിന്മയെ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുതരണം. നമ്മൾ എങ്ങനെയെങ്കിലും ഈ തിന്മ എടുത്ത് പുറത്തിടാൻ നോക്കുമ്പോൾ ആ തിന്മയെ നമ്മളിലേക്ക് കൊണ്ടുതരുന്ന കുത്താണത്. വതക്ദീബുൻ ബിൽഹഖ്, സത്യത്തെ നിഷേധിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമ്മാ ലമ്മത്തുൽ മലക്കി, മലക്കിന്റെ കുത്തുണ്ട്. ആ കുത്ത് എന്താണ്? ഫഇആദുൻ ബിൽ ഖൈർ, നന്മകളെ നമുക്ക് തിരിച്ചു കൊണ്ടുതരലാണ്. വതസ്ദീഖുൻ ബിൽ ഹഖ്, ഹഖിനെ നമ്മൾ ഉറച്ചു വിശ്വസിക്കലാണ്. ഫമൻ വജദ ദാലിക ഫൽയഅലം അന്നഹു മിനല്ലാഹ് വഫൽയഹ്മദില്ലാഹ്. ആർക്കെങ്കിലും ഖൈറിലേക്ക് താല്പര്യം തോന്നുന്നുണ്ട്, നന്മകളിലേക്ക് ആഗ്രഹം തോന്നുന്നുണ്ട്, സത്യത്തോട് പ്രത്യേകമായ സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് അള്ളാഹുവിൽ നിന്നുമുള്ള മലക്ക് നമുക്ക് നൽകിയ ഒരു കുത്താണ്. ഫൽയഹ്മദില്ലാഹ്, അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. വമൻ വജദൽ ഉഖ്റ, നിങ്ങൾക്ക് ഇനി കിട്ടിയത് ശൈത്താനിന്റെ കുത്താണെങ്കിലോ നമുക്ക് താല്പര്യം തിന്മകളോടാണ്, തെറ്റായ സാഹചര്യങ്ങളോട് പെട്ടെന്ന് കാന്തം പോലെ നമ്മൾ ഒട്ടിപ്പോകുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഫൽയതഅവ്വദ് മിനശ് ശൈത്താൻ, അവൻ ശൈത്താനിൽ നിന്ന് അവൻ കാവൽ തേടിക്കൊള്ളട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ശക്തമായ മന്ത്രം ഉരുവിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മ ഖറഅ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ലാ. ദീനിന്റെ നന്മകളിൽ നിന്ന് തിന്മകളിലേക്ക് മാറുന്നവർ മനസ്സിലാക്കണം, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ, ശൈത്വാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യമാണ്. വയഅമുറുകും ബിൽ ഫഹ്ശാ, നിങ്ങളോട് അവൻ കൽപ്പിക്കുന്നത് വെറും മ്ലേച്ഛമായ കാര്യങ്ങൾ കൊണ്ടാണ്. വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് അവന്റെ ഭാഗത്ത് നിന്നുമുള്ള പാപമോചനവും അവന്റെ ഭാഗത്ത് നിന്നുമുള്ള ഔദാര്യവുമാണ്. അപ്പൊ നമുക്ക് ഇത്തരം ദുർബോധനങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ സുപ്രധാനമായി നാം ചെയ്യേണ്ടതാണ് ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക എന്ന് പറയുന്നത്.
മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആമൻതു ബില്ലാഹി വറസൂലിഹി. നമുക്ക് ഇത്തരം ദുർബോധനങ്ങൾ മനസ്സിലുണ്ടാകുമ്പോൾ ഞാൻ അള്ളാഹുവിലും റസൂലിലും അചഞ്ചലമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ശൈത്വാനോട് പൊരുതുക എന്ന് പറയുന്നതാണ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ശൈത്വാൻ മീൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ് എന്നാണ്. ദുർബോധനം ഇട്ടിട്ട് പിന്മാറിക്കളയുക എന്ന് പറയുന്നതാണ് ശൈത്വാനിന്റെ സ്വഭാവം. എപ്പോഴാണ് ദുർബോധനം ഇട്ടിട്ട് ഇദാ ദക്കറല്ലാഹ ഖനസ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എപ്പോഴാണോ നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുന്നത്, കാരണം ഇത് ശൈത്വാനിൽ നിന്നും ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് നമ്മൾ അത് പോസിറ്റീവ് കൊണ്ട് എന്ത് ചെയ്യണം? തടുക്കണം. അതെന്താണ്? അള്ളാഹുവിന്റെ ദിക്റാണ്, അള്ളാഹുവിന്റെ സ്മരണയാണ്. ഇത്തരം വസ്വാസുകളെ പ്രതിരോധിക്കുവാനുള്ള ശക്തമായ ആയുധം ദിക്റാണ്, അള്ളാഹുവിന്റെ സ്മരണയാണ്. ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ സ്മരണ വർദ്ധിപ്പിക്കുന്നത്, അള്ളാഹ് എന്ന ചിന്ത ഖൽബിൽ ഉറപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ സംശയങ്ങൾ, നിഷേധാത്മകമായ സംശയങ്ങൾ പോലും ദൂരീകരിക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനിനെ അടിസ്ഥാനപ്പെടുത്തി, ഹദീസുകളെ അടിസ്ഥാനപ്പെടുത്തി പണ്ഡിതന്മാർ പറയുന്നു. അള്ളാഹു അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ദുആയാണ് അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ തഅതിക്. ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, നമ്മുടെ കൽബുകളെ നിന്നെ അനുസരിക്കുന്നതിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. ഹൃദയങ്ങൾ ഒന്ന് പ്ലേറ്റ് തിരിച്ചാൽ നമ്മൾ അപ്പുറത്തേക്ക് വീണു. അള്ളാഹു നമ്മൾ നല്ല ഇബാദത്തുള്ള നല്ല മുഅ്മിനാണ്, പക്ഷെ പടച്ചവൻ ഒരു തിരിക്കാണ്. തിരിച്ചാൽ കഴിയുന്നതേ ഉള്ളൂ ഈ ഹിദായത്ത്. എന്നാൽ വഴികേടിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇപ്പുറത്തേക്ക് മാറും. നിങ്ങൾ അമലുകളിൽ വേഗത കാണിക്കുക. ഫിത്നകൾ വരുന്നതിന് മുമ്പ് ഇരുളടഞ്ഞ രാത്രിയിലെ കഷ്ണങ്ങൾ പോലെ ശക്തമായ കൂരിരുട്ടിൽ നിങ്ങൾക്ക് കണ്ടാൽ പോലും മനസ്സിലാവുകയില്ല അത് ഫിത്നയാണ്. അങ്ങനെ നിങ്ങൾ പെട്ടുപോകും. ഒരാൾ രാവിലെ മുഅ്മിനായിട്ട് പ്രഭാതത്തിലാകും, വൈകുന്നേരം അവൻ കാഫിറായിട്ടുണ്ടാകും. വൈകുന്നേരം അവൻ വൈകുന്നേരം അവൻ മുഅ്മിനായിരിക്കും, അവൻ പ്രഭാതത്തിൽ കാഫിറായിട്ടുണ്ടാകും. എന്റെ കൂടെ സുബഹിക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ എന്റെ വലതുഭാഗത്ത് നിസ്കരിച്ചവനാ, പക്ഷെ ഇപ്പതാ അവിടെ ഉള്ളത് എന്ന് നമ്മൾ എത്രയോ ആളുകളെ പറ്റി കേട്ടിട്ടുണ്ട്. 12ാം ക്ലാസ് വരെയൊക്കെ മദ്രസയിൽ പഠിച്ചവനാ, പരിശുദ്ധ ഖുർആൻ ഹാഫിദാണ്, ആലിമാണ്, പണ്ഡിതനാണ്, പക്ഷെ എന്ത് ചെയ്യാൻ ഇപ്പൊ മറ്റേടത്താണ്. അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖുലൂബനാ അലാ തഅതിക്, നിന്നെ അനുസരിക്കുന്നതിൽ നമ്മുടെ ഖൽബുകളെ നീ ഉറപ്പിച്ചു നിർത്തണേ പടച്ചവനെ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു. അതുകൊണ്ടാണ് ഹിദായത്ത് നിരന്തരം ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഒരാൾ ചോദിക്കേണ്ടത് ഹിദായത്താണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അല്ലാഹുവിനോട് ഒരു മുഅ്മിൻ 5 നേരത്തെ നമസ്കാരത്തിൽ ഓരോ റക്അത്തിലും ചോദിക്കണമെന്ന് നബിമാരും ചോദിച്ചു, സഹാബാക്കളും ചോദിച്ചു, ഔലിയാക്കളും ചോദിച്ചു, നമ്മൾ പാപികളും ചോദിക്കും. ഹിദായത്ത് വലിയൊരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനിൽ ഇസ്തിഖാമത്ത് നൽകട്ടെ, അമലു സാലിഹാത്തുകളിൽ ഇഖ്ലാസ് നൽകട്ടെ. പരിശുദ്ധമായ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത